ശരിയാണ്. ചെറിയൊരു ആശങ്ക ഉണ്ടായിരുന്നു അല്ലേ? ചെറിയൊരു സംശയം. 3ഓ 5ഓ എന്നൊരു ഓർമ്മ. 3ഓ 5ഓ അങ്ങനെ ഒരു സംശയം വരുമ്പോ എനിക്ക് ഉത്തരം അറിയാവുന്നുള്ളതല്ല, ഞാനും ഉത്തരം സ്ക്രീനിൽ വരുമ്പോഴാണ് ചോദ്യവും ഉത്തരവും ശ്രദ്ധിക്കുന്നത്. എനിക്കറിയാമെങ്കിൽ മാത്രം ഉത്തരം അറിയാം, എങ്കിലും എനിക്കറിയാമെങ്കിൽ മാത്രം ഞാൻ മത്സരാർത്ഥിക്ക് ഉത്തരത്തിലേക്ക് എത്താൻ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, വലിയ സഹായങ്ങളല്ല. വിശ്വമാനവികതയെ മനുഷ്യത്വത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ സന്ദേശത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ അതുല്യ ഗ്രന്ഥം വിശുദ്ധ ബൈബിൾ. ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ബാംഗ്ലൂർ അവതരിപ്പിക്കുന്ന ബൈബിൾ ബ്രെയിൻസിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് ബാംഗ്ലൂർ, ബൈബിൾ ബ്രെയിൻസ്, പവർഡ് ബൈ ഗുഡ് ന്യൂസ് ലൈഫ്. At Bethel Medical Mission Hospital, every surgery is more than medicine. It's a mission of healing led by faith and expertise. ആരോഗ്യമേഖലയിൽ ഒരു മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? പഠിക്കുവാൻ ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? എങ്കിലിതാ നിങ്ങളെ സഹായിക്കുവാൻ ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് ഹോസ്മൻ ഹോസ്പിറ്റൽ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് നിങ്ങൾക്കൊപ്പം. ബഥേൽ മെഡിക്കൽ മിഷൻ നിങ്ങൾക്കായി ഒരുക്കുന്ന കോഴ്സുകൾ: ഫിസിയോതെറാപ്പി ഡോക്ടർ കോഴ്സ്, BSc ഇൻ നഴ്സിംഗ്, MSc ഇൻ നഴ്സിംഗ്, PBBSc, GNM, BSc OTT അനസ്തേഷ്യ +1, അതുപോലെ ഡിഗ്രി കോഴ്സുകൾ BBA, BCom, BCA എന്നിവയാണ്. ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഈ സുവർണ അവസരം നിങ്ങൾ പാഴാക്കാതെ നിങ്ങളുടെ ലക്ഷ്യം നേടൂ. അതിനായി നിങ്ങൾ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക: 8861517777. വിവാഹം അത് മാന്യവും വിശുദ്ധവുമാണ്, ദൈവവുമായുള്ള ഉടമ്പടിയും. തക്ക തുണ ദൈവം തരുന്ന സമ്മാനം. അത് ഗുഡ് ന്യൂസിലൂടെ ആവട്ടെ. ഓൺലൈൻ ഗുഡ് ന്യൂസ് മാട്രിമോണി. ബന്ധപ്പെടുക 9447372726 9400520909. ഗുഡ് ന്യൂസ് പെന്തക്കോസ്തിന്റെ മുഖശോഭ. ഇന്നത്തെ ഗുഡ് ന്യൂസ്, നാളത്തെ ചരിത്രം. ഓരോ ആഴ്ചയിലും ഗുഡ് ന്യൂസ് വാരിക, ഓരോ മിനിറ്റിലും ഓൺലൈൻ ഗുഡ് ന്യൂസ്, ഓരോ കാഴ്ചയിലും ഗുഡ് ന്യൂസ് ലൈവ്. വായിക്കുക, കേൾക്കുക, കാണുക. പെന്തക്കോസ്തിന്റെ ചരിത്രം വിരൽ തുമ്പിൽ. Bethel Medical Mission Hospital and Educational Group Bangalore, Bible Brains, powered by Good News Life. 18 പേർ എന്നാണ് കഴിഞ്ഞ ആഴ്ചയിലെ പ്രേക്ഷകർക്കായുള്ള ചോദ്യത്തിന്റെ ശരിയുത്തരം. കഴിഞ്ഞ ആഴ്ചയിലെ ചോദ്യത്തിന് ആദ്യം ശരിയുത്തരം അയച്ചത് റേച്ചൽ ടി രാജു, കൊല്ലം. Bethel Medical Mission Hospital and Educational Group Bangalore, Bible Brains, powered by Good News Life. ബൈബിൾ ബ്രെയിൻസിന്റെ ഏറ്റവും പുതിയ ഒരു എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. നിങ്ങൾ ഞങ്ങളോടൊപ്പം തുടരുന്ന ഈ യാത്രയിൽ ഞങ്ങൾക്കും സന്തോഷമുണ്ട്. നിങ്ങൾ ചോദ്യങ്ങൾ ശ്രദ്ധിക്കുകയും ഉത്തരങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കായുള്ള ചോദ്യങ്ങളും നിങ്ങൾക്ക് സമ്മാനം നേടാനുള്ള അവസരങ്ങളുമുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായും ഈ എപ്പിസോഡിൽ ഞങ്ങളോടൊപ്പം തുടരുക. ഇന്ന് നമ്മളോടൊപ്പമുള്ള മത്സരാർത്ഥിയെ നമുക്ക് പരിചയപ്പെടാം. എന്താണ് പേര്? എന്റെ പേര് ബീന. ബീന എവിടെ നിന്നാണ്? ഞാൻ ഹൈറേഞ്ചിൽ തന്നെ ഉള്ള ആളാണ്. ഹൈറേഞ്ചിൽ തന്നെ ഉള്ള ആളാണ്. ഇത് ഹൈറേഞ്ച് തന്നെയാണ് സ്വദേശം? അതെ അതെ. സുവിശേഷ വേലയോടുള്ള ബന്ധത്തിലാണ്? അതെ. സുവിശേഷ വേല ചെയ്യുന്നു. സുവിശേഷ വേല ചെയ്യുന്നു. എത്ര നാളായി സുവിശേഷ വേലയിൽ? 25 വർഷം. 25 വർഷത്തോളമായി സുവിശേഷ വേലയുടെ മുഖത്ത്. ഇപ്പൊ ഹൈറേഞ്ചിലെ ഏകദേശം ഒരു പ്രാരംഭകാലത്തിന്റെ ഇടയിൽ തന്നെ സുവിശേഷ വേലയിലേക്ക് പ്രവേശിച്ചു. അതെ അതെ. ഇപ്പോൾ IPC ആയിട്ടുള്ള ബന്ധത്തിൽ സുവിശേഷ വേല ചെയ്യുന്നു. ഇപ്പൊ സുവിശേഷ വേലയിലായതുകൊണ്ട് തന്നെ കൂടുതൽ ബൈബിൾ വായിക്കാനും പ്രസംഗങ്ങളൊക്കെ കേൾക്കാനും അവസരം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമ്മുടെ ബൈബിൾ ക്വിസിനെ കുറിച്ചൊരു ധാരണയുണ്ടല്ലോ, എങ്കിലും ഞാനൊന്ന് പറയുകയാണ്. 500 രൂപയിൽ തുടങ്ങി 10,000 രൂപയിൽ അവസാനിക്കുന്ന 12 ചോദ്യങ്ങളാണ് നമുക്കുള്ളത്. ആദ്യത്തെ റൗണ്ടിൽ 4 ചോദ്യങ്ങൾ. ആ 4 ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ 1000 രൂപ സമ്മാനത്തിലെത്തും. രണ്ടാമത്തെ റൗണ്ടിലും 4 ചോദ്യങ്ങൾ. അത് പഴയ നിയമത്തിൽ നിന്നോ പുതിയ നിയമത്തിൽ നിന്നോ ആകാം, മത്സരാർത്ഥിയുടെ താല്പര്യപ്രകാരം.
അതിന് കൃത്യമായി ഉത്തരം നൽകിയാൽ 3000 രൂപ സമ്മാനത്തിലെത്തും. ആ റൗണ്ടിൽ ഒരു ഉത്തരം അറിയില്ല എങ്കിൽ, ഒരു ഉത്തരം അറിയില്ല, ഞാൻ മുമ്പോട്ട് പോകുന്നില്ല, അങ്ങനെയാണെങ്കിൽ അവിടെ ക്വിറ്റ് ചെയ്യാം, അവിടെ മത്സരം അവസാനിപ്പിക്കാം. അടുത്തത് അതിനുശേഷം മുമ്പിലേക്ക് പോകുന്നത് സഭാ ചരിത്രത്തിൽ നിന്ന്, മിഷണറിമാരുടെ ചരിത്രത്തിൽ നിന്ന് ഒക്കെയുള്ള ചോദ്യങ്ങളാണ്, ലോകമതങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. ആ ചോദ്യത്തിലേക്ക് വേണമെങ്കിൽ രണ്ടാമത്തെ റൗണ്ട് കഴിഞ്ഞ് കടന്നു പോകും. ഒടുവിൽ 12ാമത്തെ ചോദ്യം 10,000 രൂപ സമ്മാനമായി ലഭിക്കുന്ന നമ്മുടെ ബമ്പർ ചോദ്യമാണ്. അതിനെക്കുറിച്ച് മനസ്സിലായി എന്ന് കരുതുന്നു. ചോദ്യങ്ങളെക്കുറിച്ച് ആശങ്കകളൊന്നും തന്നെ ഇല്ലല്ലോ. എവിടെയെങ്കിലും ആശയക്കുഴപ്പമുണ്ടെങ്കിൽ അവിടെ തെറ്റായ ഉത്തരം നിർബന്ധിതമായി പറയണമെന്നില്ല, മത്സരം അവസാനിപ്പിക്കാം, ക്വിറ്റ് ചെയ്യാം. അപ്പൊ മുമ്പോട്ട് പോകാം. ഒന്നാമത്തെ റൗണ്ടിലെ ഒന്നാമത്തെ ചോദ്യം: കർത്താവേ, എന്റെ കാൽ മാത്രമല്ല കൈയും തലയും കൂടെ കഴുകണമേ എന്ന് പറഞ്ഞത് ആര്? ഓപ്ഷൻ എ യോഹന്നാൻ, ഓപ്ഷൻ ബി യാക്കോബ്, ഓപ്ഷൻ സി ഇസ്കരിയോത്ത യൂദ, ഓപ്ഷൻ ഡി ഷീമോൻ. ഓപ്ഷൻ ഡി ഷീമോൻ. ഓപ്ഷൻ ഡി ഷീമോൻ. ഉത്തരവ് ഉറപ്പിക്കാം. ഓക്കെ, ഓപ്ഷൻ ഡി ഷീമോൻ ഉത്തരവ് ഉറപ്പിക്കുകയാണ്. അത് യേശു ക്രിസ്തു താഴ്മയെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ സംഭവിച്ചൊരു കാര്യമാണ്. തൻ്റെ വസ്ത്രം ഉരിഞ്ഞ് ശിഷ്യന്മാരുടെ കാൽ കഴുകുമ്പോൾ ശിഷ്യന്മാരിൽ ഒരാളാണ് പറഞ്ഞത്, കർത്താവെ, എൻ്റെ കാൽ മാത്രമല്ല എൻ്റെ കൈയും തലയും കൂടെ കഴുകണം. അപ്പം കർത്താവ് തിരിച്ചു പറഞ്ഞത്, കുളിച്ചിരിക്കുന്നവന് കൈയും തലയും കഴുകേണ്ട ആവശ്യമില്ല, കർത്താവ് ആ കാൽ മാത്രം കഴുകുകയാണ് ആ സമയത്ത് ചെയ്തത്. അതാരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ഷീമോനാണ് ഉത്തരം നൽകിയത്. നമുക്ക് ഉത്തരം പരിശോധിക്കാം. ഓപ്ഷൻ ഡി ഷീമോൻ ഉത്തരം ശരിയാണോ? ഓപ്ഷൻ ഡി ഷീമോൻ ഉത്തരം വളരെ ശരിയാണ്. ആദ്യ ഘട്ടം കടന്നിട്ടുണ്ട്, ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഒന്നാമത്തെ റൗണ്ടിലെ രണ്ടാമത്തെ ചോദ്യം: താഴെ കൊടുത്തിട്ടുള്ളവരിൽ യോശുവയുടെ പിതാവ് ആരാണ്? ഓപ്ഷൻ എ കീഷ്, ഓപ്ഷൻ ബി നൂൻ, ഓപ്ഷൻ സി അമ്രാം, ഓപ്ഷൻ ഡി സേരഹ്. ഇതിൽ യോശുവയുടെ പിതാവ് ആരാണ്? കീഷിന്റെ മകനായ യോശുവ, നൂന്റെ മകനായ യോശുവ, അമ്രാമിന്റെ മകനായ യോശുവ, സേരഹിന്റെ മകനായ യോശുവ. അതിലേതാണ് വായനയിൽ ഓർക്കുന്നത്? ഓപ്ഷൻ ബി നൂൻ. ഓപ്ഷൻ ബി നൂന്റെ മകനാണ് യോശുവ. ഉറപ്പിക്കുകയാണ്. ഓക്കെ, യോശുവയെ കുറിച്ച് നിരവധി ഭാഗങ്ങൾ പരാമർശിച്ചിട്ടുണ്ട്. യോശുവയുടെ പിതാവ് ആരാണെന്ന് ഇപ്പൊ വളരെ കൃത്യമായി ഇത് വായിച്ചവർക്ക് ആ പേര് പ്രത്യേകമാണ്. ന്യൂൻ എന്ന് പറയുന്ന പേരൊക്കെ പ്രത്യേകമാണ്, ഓരോ പേരും പ്രത്യേകമാണ്, അത് പ്രത്യേകം മനസ്സിൽ വരും. അപ്പോൾ ഓപ്ഷൻ ബി ന്യൂൻ എന്നുള്ള ആ പേരാണ് ലോക്ക് ചെയ്തിരിക്കുന്നത്. ഉത്തരം ശരിയാണെന്ന് ഉറപ്പാണല്ലോ. വളരെ ലളിതമായിട്ട് മനസ്സിലാകുന്ന ഉത്തരമാണ്. രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ബി നൂൻ. ഉത്തരം ശരിയാണോ? ഓപ്ഷൻ ബി നൂൻ ഉത്തരം വളരെ ശരിയാണ്. 500-ൽ നിന്ന് 600 രൂപയിലേക്ക് സമ്മാനത്തുക വർദ്ധിച്ചിട്ടുണ്ട്. അത് സമ്മാനത്തുക തരികയില്ല, ഈ 4 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയാൽ മാത്രമേ അത് പൂർണ്ണമാകുകയുള്ളൂ. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇപ്പം ഒരു സമാധാനമായല്ലോ. അതുകൊണ്ടല്ല, ചോദ്യങ്ങൾ ലളിതമായെന്ന് മനസ്സിലായല്ലോ. എല്ലാവരുടെയും ഒരു ധാരണ വളരെ കടുപ്പമേറിയ കുഴപ്പിക്കുന്ന ചോദ്യങ്ങളാണെന്ന്. പക്ഷെ സമയമെടുത്ത് ടൈമർ ശ്രദ്ധിച്ച് സമാധാനമായിട്ട് ഉത്തരം പറഞ്ഞാൽ ഉത്തരം പറയാവുന്ന. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യം: മക്കൾ മേശയ്ക്ക് ചുറ്റും ഇരിക്കുന്ന ഒലിവ് തൈകൾ പോലെയാണെന്ന് പറയുന്നത് ഏത് പുസ്തകത്തിലാണ്? ഓപ്ഷൻ എ യോബിൽ, ഓപ്ഷൻ ബി സദൃശ്യവാക്യത്തിൽ, ഓപ്ഷൻ സി സങ്കീർത്തനങ്ങളിൽ, ഓപ്ഷൻ ഡി വിലാപങ്ങളിൽ. ഏത് പുസ്തകത്തിലാണ് മക്കൾ മേശയ്ക്ക് ചുറ്റും ഇരിക്കുന്ന ഒലിവ് തൈകൾ പോലെയാണെന്ന് പറയുന്നത്? ഓപ്ഷൻ സി സങ്കീർത്തനങ്ങൾ. ഓപ്ഷൻ സി സങ്കീർത്തനങ്ങളിൽ. പെട്ടെന്ന് മനസ്സിലാകുന്ന ചോദ്യവും ഉത്തരവുമാണ്. ഓപ്ഷൻ സി സങ്കീർത്തനങ്ങൾ. ഉത്തരം ഉറപ്പിക്കുകയാണ്. സംശയമൊന്നുമില്ലാത്ത കാര്യമാണ്. സഭാ ശുശ്രൂഷയിലൊക്കെ ആയിരിക്കുമ്പോൾ മിക്കവാറും അനുഗ്രഹ സങ്കീർത്തനമായി വായിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. അതുകൊണ്ട് ഉത്തരം മനസ്സിലാകും, അതിനകത്ത് സംശയമൊന്നുമില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ തന്നെ പ്രേക്ഷകർക്കായിട്ടുള്ള ചോദ്യം കൂടെ നൽകുകയാണ്. നിങ്ങളുടെ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് നയിക്കുന്ന 3 സൂചനകളാണ് പല സമയങ്ങളിലായി നൽകുന്നത്. ആ 3 സൂചനകൾ ശ്രദ്ധിച്ചിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിന് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഉത്തരം സമർപ്പിക്കുക.
അപ്പൊ പ്രേക്ഷകർക്കായിട്ടുള്ള ചോദ്യത്തിന്റെ ആദ്യത്തെ സൂചന ഇതാണ്. പ്രേക്ഷകർക്കായുള്ള ചോദ്യത്തിന്റെ ഒന്നാം സൂചന: ഞാനൊരു ഭരണാധികാരിയാണ്. യേശുക്രിസ്തുവിനെ ചോദ്യം ചെയ്തതിലും ക്രൂശിച്ചതിലും എനിക്ക് യാതൊരു പങ്കുമില്ല. Bethel Medical Mission Hospital and Educational Group, Bangalore. Bible Brains. Powered by Good News Live. അപ്പൊ നമുക്ക് മടങ്ങി വരാം. സങ്കീർത്തനങ്ങൾ ഉത്തരം ശരിയാണോ എന്ന് പരിശോധിക്കുക. ഓപ്ഷൻ സി, സങ്കീർത്തനങ്ങൾ ഉത്തരം ശരിയാണ്. ഓപ്ഷൻ സി, സങ്കീർത്തനങ്ങൾ ഉത്തരം ശരിയാണ്. 3 ചോദ്യത്തിന് വളരെ കൃത്യമായി ഉത്തരം നൽകിയിട്ടുണ്ട്. 4ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് വേഗത്തിൽ പോകാം. 4ാമത്തെ ചോദ്യം: ബെഥേസ്ത കുളത്തിന് എത്ര മണ്ഡപങ്ങളുണ്ട്? ഓപ്ഷൻ എ 3, ഓപ്ഷൻ ബി 4, ഓപ്ഷൻ സി 5, ഓപ്ഷൻ ഡി 2. ബെഥേസ്ത കുളത്തിന്, അതായത് 38 ആണ്ടായി കുളക്കടവിൽ കിടന്ന മനുഷ്യനെ യേശു സൗഖ്യമാക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട് ആ കുളത്തിന് ഇത്ര മണ്ഡപങ്ങൾ ഉണ്ടായിരുന്നു എന്ന് കൃത്യമായി വചനം പറയുന്നുണ്ട്. എത്ര മണ്ഡപങ്ങളാണ്? ആലോചിക്കാം, സമയം മുമ്പിലുണ്ട്. ഏതായാലും എണ്ണം കുറവല്ല എന്ന് ചിന്തിക്കുക. മണ്ഡപങ്ങൾ ഉണ്ട്. ഓപ്ഷൻ സി 5. ഓപ്ഷൻ സി 5 മണ്ഡപങ്ങൾ ഉറപ്പിക്കുകയാണ്. ഓപ്ഷൻ സി 5 മണ്ഡപങ്ങൾ ഉത്തരം ഉറപ്പിക്കുകയാണ്. ബെഥേസ്ത കുളക്കടവിൽ കിടന്ന മനുഷ്യൻ 38 വർഷമായി രോഗമായി കിടന്നവനാണ്. ആ വാക്യത്തിന് തൊട്ടു മുമ്പാണ് യെരുശലേമിൽ ആട്ടുവാതിൽക്കൽ ബെഥേസ്ത എന്നൊരു കുളം ഉണ്ടായിരുന്നു. ആ കുളത്തിന് ഇത്ര മണ്ഡപങ്ങൾ ഉണ്ട് എന്നവിടെ വാക്യം പറയുന്നുണ്ടായിരുന്നു. ഉത്തരം ഉറപ്പിച്ചു. അപ്പോ ആദ്യത്തെ റൗണ്ടിലെ 4ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി 5 മണ്ഡപങ്ങൾ എന്നാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പരിശോധിക്കാം. ഉത്തരം 5 ശരിയാണോ? ഓപ്ഷൻ സി ഉത്തരം 5 ശരിയാണ്. ചെറിയൊരു ആശങ്ക ഉണ്ടായിരുന്നു അല്ലേ? ചെറിയൊരു സംശയം. 3ഓ 5ഓ എന്നൊരു ഓർമ്മ. 3ഓ 5ഓ അങ്ങനെ ഒരു സംശയം വരുമ്പോ മത്സരം അവസാനിപ്പിക്കാൻ വേണം. തെറ്റായ ഉത്തരം പറയണമെന്നില്ല, മത്സരം അവസാനിപ്പിക്കാം സംശയം വരുന്നുണ്ടെങ്കിൽ. ഞാൻ ഇപ്പൊ മനസ്സിലാക്കുന്നുണ്ട്, നേരത്തെ എനിക്ക് മനസ്സിലാകുന്നില്ല, ഇപ്പൊ മനസ്സിലാകുന്നുണ്ട്. ആ സീറ്റിൽ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ആശയക്കുഴപ്പം വരും. ഞാൻ ഈ സീറ്റിൽ ഇരിക്കുന്നുണ്ട്, എനിക്കൊരു ആശയക്കുഴപ്പവും ഇല്ല. എനിക്ക് ഉത്തരം അറിയാവുന്നുള്ളതല്ല, ഞാനും ഉത്തരം സ്ക്രീനിൽ വരുമ്പോഴാണ് ചോദ്യവും ഉത്തരവും ശ്രദ്ധിക്കുന്നത്. എനിക്കറിയാമെങ്കിൽ മാത്രം ഉത്തരം അറിയാം, എങ്കിലും എനിക്കറിയാമെങ്കിൽ മാത്രം ഞാൻ മത്സരാർത്ഥിക്ക് ഉത്തരത്തിലേക്ക് എത്താൻ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. വലിയ സഹായങ്ങളല്ല, ചെറിയ സൂചനകൾ. ഏതായാലും 4 ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ് 1ാമത്തെ റൗണ്ട് ഫിനിഷ് ചെയ്ത് 1000 രൂപ സമ്മാനത്തിൽ എത്തിയിട്ടുണ്ട്. ഇനി 1000 രൂപ നഷ്ടമാകില്ല, 1000 രൂപ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. 2ാമത്തെ റൗണ്ടിലേക്ക് പോകാം. സംശയം ഒന്നുമില്ലല്ലോ. 2ാമത്തെ റൗണ്ടിൽ ഒരു പ്രത്യേകത, പഴയ നിയമത്തിൽ നിന്ന് വേണോ പുതിയ നിയമത്തിൽ നിന്ന് ചോദ്യം വേണോ എന്ന് തിരഞ്ഞെടുക്കാം. പുതിയ നിയമമാണ്. അതോടൊപ്പം തന്നെ 2ാമത്തെ റൗണ്ടിലേക്ക് പോകുമ്പോൾ ആലോചിച്ച് ഉത്തരം പറയണം. 5-6 ചോദ്യങ്ങൾ ടൈമറിനനുസരിച്ച് ഉത്തരം പറയണം. 7-8 ചോദ്യങ്ങൾ ആലോചിക്കാനുള്ള സമയമുണ്ട്, ഉത്തരം പറയാനുള്ള സമയമുണ്ട്. ഒരു തിടുക്കം കാണിക്കരുത്. ഉത്തരം പറയാൻ വേണ്ടി ആലോചിക്കണം. ചിലപ്പോൾ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകും. 1 മിനിറ്റ് കൊണ്ട് ഉത്തരം പറയാവുന്ന ചോദ്യം ആയിരിക്കില്ല. അപ്പൊ ആലോചിച്ച് ഉത്തരം പറയണം. ഇനി അതിന് ഇടയിൽ എവിടെയെങ്കിലും സംശയം വരികയാണ്, ഉത്തരം കൃത്യമായി അറിയില്ലെങ്കിൽ മത്സരം അവസാനിപ്പിക്കാവുന്നതാണ്. അപ്പൊ മുൻപോട്ട് പോകാം. പുതിയ നിയമത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ. മീനിന്റെ വായിൽ നിന്ന് ചതുർദ്രഹ്മപ്പണം ലഭിക്കുമെന്ന് യേശു പറഞ്ഞത് ആരോടാണ്? ഓപ്ഷൻ എ യോഹന്നാനോട്, ഓപ്ഷൻ ബി അന്ത്രയോസിനോട്, ഓപ്ഷൻ സി യാക്കോബിനോട്, ഓപ്ഷൻ ഡി ഷിമോനോട്. ആരോടാണ് മീനിന്റെ വായിൽ നിന്ന് ചതുർദ്രഹ്മപ്പണം ലഭിക്കുമെന്ന് യേശു പറഞ്ഞു? ഷിമോൻ. ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ഷിമോൻ. സംശയമൊന്നുമില്ല. ഓപ്ഷൻ ഡി ഷീമോൻ ഉത്തരം ഉറപ്പിക്കുകയാണ്. അങ്ങനെ വല്ലോ അതിശയകരമായ സംഭവങ്ങളും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ പണ്ട് നോർത്ത് ഇന്ത്യയിൽ ആരോ സാക്ഷ്യം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പണം ആവശ്യമുണ്ടായ സമയത്ത് എലിയൊക്കെ കൊണ്ടുവന്നിട്ടു എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതിന്റെ പരമാർത്ഥത എനിക്കറിയില്ല. അങ്ങനെ കഥകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരുപക്ഷെ ദൈവം അവരുടെ ആവശ്യത്തിൽ ഇടപെട്ടതായിരിക്കും. അങ്ങനെ ഇപ്പം അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. അത് എങ്ങനെയാ വിവരിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ?
മൂത്ത മോളെ സ്കൂളിൽ ചേർക്കുന്ന സമയമായപ്പോൾ ഉം, ഇപ്പം സാമ്പത്തികമായിട്ടൊക്കെ നല്ല ബുദ്ധിമുട്ടുള്ള സമയത്തായിരുന്നു. ഉം. അങ്ങനെ ഇരിക്കുമ്പോൾ പാസ്റ്ററെ ഒരു മീറ്റിങ്ങിന് വിളിച്ച് അവിടെ നിന്നും സ്കൂളിൽ ചേർക്കാനുള്ള അതേ ശുശ്രൂഷയിൽ കിട്ടി. അത് കൊണ്ടുവന്ന് സ്കൂളിൽ ചേർക്കുകയായിരുന്നു ചെയ്തത്. ഒരു യോഗത്തിൽ കടന്നുപോയപ്പോ സ്കൂളിൽ ചേർക്കേണ്ട അതേ തുക അതേ തുക നമുക്ക് കിട്ടി. അതൊക്കെ ശുശ്രൂഷയിൽ വലിയ ഭാഗ്യമാണ്. കർത്താവ് നമ്മെ അറിയുന്നുണ്ടെന്നും കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്നുണ്ടെന്നുമുള്ള ഒരു തിരിച്ചറിയലാണ്. അതെ. ഇപ്പൊ കുഞ്ഞുങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? ഇപ്പൊ 2 പെൺകുഞ്ഞുങ്ങളാണുള്ളത്. മൂത്തയാളുടെ വിവാഹം കഴിഞ്ഞു, വിവാഹം കഴിഞ്ഞു, രണ്ടാമത്തെ ആള് പഠിച്ചുകൊണ്ടിരിക്കുന്നു. മൂത്തയാള് വിവാഹം കഴിഞ്ഞ് ശുശ്രൂഷയിലാണോ? സുവിശേഷ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരും ICPF എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിന്റെ കൂടെ ICPF-നോട് ചേർന്ന് സുവിശേഷം പ്രവർത്തിക്കുക. പത്തനംതിട്ടയില്. പത്തനംതിട്ട ICPF-ൽ. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പൊ 5ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ഡി ഷീമോനാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പരിശോധിക്കാം. ഓപ്ഷൻ ഡി ഷീമോൻ ഉത്തരം ശരിയാണോ? ഓപ്ഷൻ ഡി ഷീമോൻ ഉത്തരം വളരെ ശരിയാണ്. അപ്പൊ ആ ചോദ്യത്തിന് ഉത്തരം നൽകി 1500 എത്തിയിട്ടുണ്ട്. ഇവിടെ മത്സരം അവസാനിപ്പിച്ചാൽ ഈ തുകയുമായി മടങ്ങിപ്പോകാം. അതോടൊപ്പം തന്നെ പ്രേക്ഷകർക്കായിട്ടുള്ള ചോദ്യത്തിന്റെ 2ാമത്തെ സൂചന നിങ്ങൾക്ക് കൈമാറുകയാണ്. മുൻപ് പറഞ്ഞതുപോലെ വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ ഉത്തരം അയക്കുക. ഏത് സൂചനയിൽ നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്നോ അത്രയും വേഗത്തിൽ നിങ്ങൾ ഉത്തരം അയക്കുക. നിങ്ങൾക്കായുള്ള ഉത്തരത്തിന്റെ 2ാമത്തെ സൂചന ഇതാണ്. പ്രേക്ഷകർക്കായുള്ള ചോദ്യത്തിന്റെ 2ാം സൂചന: ഞാൻ മുഖാന്തരം ജാതികളുടെ ഇടയിൽ സമാധാനം ഉണ്ടായിട്ടുണ്ടെന്ന് ജനങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെയുള്ള സാക്ഷ്യം ഒരു ഭരണാധികാരി എന്ന നിലയിൽ എന്നെ സന്തോഷിപ്പിച്ച ഒരു കാര്യമാണ്. Bethel Medical Mission Hospital and Educational Group, Bangalore, Bible Brains, powered by Good News Live. അപ്പൊ നമുക്ക് മടങ്ങി വരാം. ചോദ്യങ്ങൾക്ക് വളരെ എളുപ്പമായി ഉത്തരം പറയാൻ കഴിയുന്നുണ്ട് എന്ന് ചിന്തിക്കുകയാണ്. നമുക്ക് 6ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 2ാമത്തെ റൗണ്ടിലെ 2ാമത്തെ ചോദ്യം, 6ാമത്തെ ചോദ്യം. പൗലോസിന്റെ പ്രസംഗം കേൾക്കാൻ വന്ന ദമ്പതികൾ ആരൊക്കെ? ഓപ്ഷൻ എ ഫെലിക്സും ദ്രുസില്ലയും, ഓപ്ഷൻ ബി അനന്യാസും സഫീരയും, ഓപ്ഷൻ സി അക്കില്ലാസും പ്രിസ്കില്ലയും, ഓപ്ഷൻ ഡി ഇവരാരും അല്ല. ബൈബിൾ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവർ പ്രസംഗം കേൾക്കാൻ വന്നു. ആരാണ് പ്രസംഗം കേൾക്കാൻ വന്നത്? ഓപ്ഷൻ എ ഫെലിക്സ് ദ്രുസില്ല. ഓപ്ഷൻ എ ഫെലിക്സ് ദ്രുസില്ല. സംശയമൊന്നും തന്നെ ഇല്ലല്ലോ, ഉറപ്പിക്കാം. അക്കില്ലാസും പ്രിസ്കില്ലയൊക്കെ കുടുംബമായിട്ട് സുവിശേഷ വേലയിൽ നിന്ന ആളുകൾ, അവരെ സംബന്ധിച്ച് സംശയമൊന്നുമില്ല. അനന്യാസും സഫീരയും പൗലോസിന്റെ പ്രസംഗം കേട്ടതായിട്ട് സംശയമൊന്നുമില്ലല്ലോ, തോന്നില്ല. ഓപ്ഷൻ എ ഉത്തരം ഉറപ്പിക്കാം. ഓക്കെ, ഓപ്ഷൻ എ ഫെലിക്സ് ആൻഡ് ദ്രുസില്ലയാണ് പൗലോസിന്റെ പ്രസംഗം കേട്ടത് എന്ന് ഉറപ്പിക്കുകയാണ്. ഓപ്ഷൻ എ ഉറപ്പിക്കാം. പൗലോസിന്റെ പ്രസംഗം ഒരുപാട് ആളുകൾ കേൾക്കാൻ വിളിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അനന്യാസും സഫീരയും പൗലോസിന്റെ പ്രസംഗം കേട്ടതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം പൗലോസ് സുവിശേഷ വേലയിലേക്ക് വരുന്നതിന് മുൻപ് അവര് മരണപ്പെട്ട ആളുകളാണ്. അനന്യാസും സഫീരയും അക്കില്ലാസും പ്രിസ്കില്ലയും പക്ഷേ പൗലോസിന്റെ ശുശ്രൂഷയിലൂടെ ദൈവരാജ്യത്തിലേക്ക് വന്ന ആളുകളാണ്. അപ്പൊ അവര് നിശ്ചയമായിട്ടും പൗലോസിന്റെ പ്രസംഗം കേട്ടിരിക്കില്ലേ? കേട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ കൃത്യമായിട്ട് ബൈബിൾ ഒരുപക്ഷെ പരാമർശിക്കുന്നില്ല. പിന്നീട് പൗലോസിന്റെ പ്രസംഗം കേൾക്കാൻ രാജാക്കന്മാര് വിളിച്ചിട്ടുണ്ട്. അതിൽ ഉത്തരം പറഞ്ഞ് ഫെലിക്സ് ആണ്. പക്ഷെ ഫെലിക്സ് മാത്രമല്ല പ്രസംഗം കേൾക്കാൻ വിളിച്ചിരിക്കുന്നത്. അഗ്രിപ്പ രാജാവേ എന്ന് അഭിസംബോധന ചെയ്ത് പൗലോസ് പ്രസംഗിക്കുന്നുണ്ട്. ഫെസ്തോസിനെ അഭിസംബോധന ചെയ്തും പൗലോസ് പ്രസംഗിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അഗ്രിപ്പ രാജാവിനെ സംബന്ധിച്ച് ഒരു യഹൂദ പശ്ചാത്തലം ഉണ്ടായിരുന്നു. ഈ രാജാക്കന്മാരൊക്കെ കുടുംബമായിട്ടാണ് വചനം കേട്ടതെന്ന് ചിന്തിക്കുന്നു. പക്ഷെ ഫെലിക്സ്, രാജശ്രീ ഫെലിക്സ് എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. അതിനകത്ത് ഭാര്യ ഉൾപ്പെട്ടിരിക്കാൻ സാധ്യത ഉണ്ടായിരുന്നു. ഉണ്ടെന്ന് തോന്നുന്നോ? ഉണ്ടെന്ന് ഉറപ്പിച്ചു പറയുകയാണ് മത്സരാർത്ഥി. കൃത്യമായിട്ട് ഉറപ്പിച്ചു പറയുകയാണ്. ഓപ്ഷൻ എ ഫെലിക്സ് ആൻഡ് ദ്രുസില്ല ആണെന്ന് നമുക്ക് പരിശോധിക്കാം. ഓപ്ഷൻ എ ഫെലിക്സ് ആൻഡ് ദ്രുസില്ല ഉത്തരം ശരിയാണോ? ഓപ്ഷൻ എ ഫെലിക്സ് ആൻഡ് ദ്രുസില്ലയാണ് പൗലോസിനെ തടവറയിൽ നിന്ന് വരുത്തി പൗലോസിന്റെ പ്രസംഗം കേട്ടത്. ആ ഉത്തരവും വളരെ ശരിയാണ്. അടുത്തത്
7, 8 ചോദ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്തെങ്കിലും ആശയക്കുഴപ്പമുണ്ടെങ്കിൽ അവിടെ അവസാനിപ്പിക്കാം. ഞാൻ ഉത്തരം പറയുന്നില്ല, ഞാൻ ക്വിറ്റ് ചെയ്യുകയാണെന്ന് പറയാം. സംശയമില്ലെങ്കിൽ ഉത്തരം പറയാവുന്നതാണ്. മുമ്പിലേക്ക് എല്ലാവരും പോകണമെന്നാണ് ഞങ്ങളുടെ താല്പര്യം. അപ്പോൾ വളരെ ശ്രദ്ധയോടെ ഉത്തരത്തിലേക്ക് ശ്രദ്ധിക്കുക. ഈ റൗണ്ടിലെ 3-ാമത്തെ ചോദ്യം, അതായത് നമ്മുടെ 7-ാമത്തെ ചോദ്യം. അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമും പോകാം എന്ന് സഹശിഷ്യന്മാരോട് പറഞ്ഞ ക്രിസ്തു ശിഷ്യനാര്? ഓപ്ഷൻ എ ഫിലിപ്പോസ്, ഓപ്ഷൻ ബി നഥനയേൽ, ഓപ്ഷൻ സി പത്രോസ്, ഓപ്ഷൻ ഡി തോമസ്. അവനോടുകൂടെ മരിക്കേണ്ടതിന് നമുക്കും പോകാം എന്ന് പറഞ്ഞ ധൈര്യശാലിയായ ശിഷ്യനാരാണ്? അത് ധൈര്യത്തോടുകൂടെ പറഞ്ഞതാണോ അതോ വെറുപ്പോടുകൂടെ പറഞ്ഞതാണോ എന്നറിയില്ല. അവനോടുകൂടെ മരിക്കേണ്ടതിന് നമുക്ക് ഈ ചോദ്യത്തിന് സമയം എടുക്കാം, ടൈമർ ശ്രദ്ധിക്കണമെന്നില്ല. ആശയക്കുഴപ്പമുണ്ടെങ്കിൽ ക്വിറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് യേശുവിനെ കല്ലെറിഞ്ഞതും യേശുവിന് വിരോധമായൊരു കല്ലെറിയാൻ വന്നതും യേശുവിന് വിരോധമായൊരു സാഹചര്യം നിന്നപ്പോഴാണ് അടുത്തിടത്തേക്ക് പോകുമ്പോൾ മിക്കവാറും വലിയ പീഡനം ഉണ്ടാകും എന്നൊക്കെ ചിന്തിച്ച് ഒരാൾ പറഞ്ഞു, ഒരു ശിഷ്യന്മാരിൽ ഒരാൾ പറഞ്ഞു, അവനോടുകൂടെ മരിക്കേണ്ടതിന് നമുക്കും പോകാം. അതൊരു ധൈര്യത്തിന്റെ വാചകമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പോയാൽ മിക്കവാറും മരണം സംഭവിക്കും. അതുകൊണ്ട് നാമും പോയി ചാക, അവനോടുകൂടെ പോയി ചാക, അവനോടുകൂടെ മരിക്കുക എന്നൊരു ആശയത്തിലും വരുന്നതാണ്. ആലോചിക്കാം. മത്സരം അവസാനിപ്പിക്കുകയാണോ? മത്സരം അവസാനിപ്പിക്കുകയാണ്. ഉത്തരം കണ്ടെത്താൻ പറ്റുന്നില്ല. ഓർമ്മയിൽ കിട്ടുന്നില്ല. ആരാണ് പറഞ്ഞതെന്ന്? ശിഷ്യന്മാരിൽ ഒരാളാണ് പറഞ്ഞത്. അപ്പോ അത് ഫിലിപ്പോസ് അല്ല, നഥനയേലും പത്രോസും തോമസും ഒക്കെ ആകാം. അവസാനിപ്പിക്കുകയാണ്. അപ്പൊ മത്സരം ഇപ്പൊ 2000 രൂപയിലാണ് എത്തി നിൽക്കുന്നത്. ആ 2000 രൂപയിൽ മത്സരം അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ ഇത് ഏത് സുവിശേഷത്തിലെയാണ് ആ പരാമർശം എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? എന്റെ ഓർമ്മയിൽ വരുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിലുള്ള ഒരു പരാമർശമാണ് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്, അത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞാൻ മുമ്പിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ മത്സരം അവസാനിപ്പിച്ചതുകൊണ്ട് നമ്മുടെ പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്. അവർക്കുള്ള 3-ാമത്തെ സൂചനയും കൂടെ നൽകിയിട്ട് നമുക്ക് മുമ്പിലേക്ക് പോകാം. അപ്പോ നിങ്ങൾക്കായിട്ടുള്ള ഉത്തരത്തിലേക്ക് നയിക്കുന്ന 3-ാമത്തെ സൂചന ഇതാണ്. വേഗത്തിൽ നിങ്ങളുടെ ഉത്തരങ്ങൾ അയക്കുക. പ്രേക്ഷകർക്കായുള്ള ചോദ്യത്തിന്റെ 3-ാം സൂചന. ഒരാൾ തടവിലായിരിക്കുമ്പോൾ പുറത്തു നിന്നുള്ള ആൾക്കാർക്ക് അവരെ കാണാൻ മാത്രമേ അനുമതിയുള്ളൂ. എങ്കിലും ഒരാളുടെ കാര്യത്തിൽ അവന്റെ സ്നേഹിതന്മാർ അവനെ ശുശ്രൂഷിക്കുന്നതിന് ഞാൻ അനുവദിച്ചു കൊടുത്തു എന്നത് നിങ്ങൾക്കറിയാവുന്ന ഒരു വസ്തുതയാണ്. Bethel Medical Mission Hospital and Educational Group, Bangalore, Bible Brains, powered by Good News Live. ഇനി ഇവിടെ മത്സരം അവസാനിപ്പിച്ചു എങ്കിലും ഇനി മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഏത് തെരഞ്ഞെടുക്കുമായിരുന്നു? ഓപ്ഷൻ ബി നഥനയേൽ. ഓപ്ഷൻ ബി നഥനയേൽ. ഓപ്ഷൻ ബി നഥനയേൽ ഒന്ന് ഉറപ്പിച്ചേ. ഓപ്ഷൻ ബി നഥനയേൽ ഉറപ്പിക്കുന്നുണ്ട്. ഇപ്പൊ നഥനയേലുമായിട്ടുള്ള യേശുവിന്റെ കൂടെ നടന്നതും സമയങ്ങളും ഒക്കെ വളരെ കുറവാണ്. നഥനയേലിനെ കുറിച്ച് പരാമർശിക്കുന്ന യോഹന്നാന്റെ സുവിശേഷം ആദ്യത്തെ അധ്യായങ്ങളിലൊക്കെയാണ്. നഥനയേലിനെ കുറിച്ച് യേശു പറയുന്നു, പരാമർശിക്കുന്നു. നഥനയേൽ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിരുന്നെങ്കിൽ അതെവിടെയെങ്കിലുമൊക്കെ നമ്മുടെ ചിന്തകളിലേക്ക് വന്നേനെ. നഥനയേൽ അത് പറഞ്ഞിട്ടില്ല. പത്രോസ് ഏതായാലും പത്രോസാണ് ഒരു എടുത്തുചാട്ടക്കാരൻ. പത്രോസ് ഇത് പറയാൻ സാധ്യതയുള്ള ഒരാള് പത്രോസ് ആണ്. പിന്നെ പറയാൻ സാധ്യതയുള്ള ഒരാൾ ആരായിരിക്കണം? തോമസ് ആണ്. അവിശ്വാസമുള്ള ഒരാളാണ്. അപ്പൊ മിക്കവാറും പുള്ളിക്കാരൻ അത് പറയാൻ സാധ്യതയുണ്ട്. നമുക്ക് പോകാം. എനിക്ക് തോന്നുന്നു ലാസറിന്റെ ഉയർപ്പിനോടനുബന്ധിച്ച് ആ സമയങ്ങളിലൊക്കെയാണെന്ന് തോന്നുന്നു ഈ കാര്യം. വലിയ പീഡനം യേശുവിനെതിരെ ഉയർന്നു വരുന്ന ഒരു സമയത്താണ്, പോയാൽ മരിക്കും എന്നുറപ്പുള്ള ഒരു സമയത്താണ് അങ്ങനൊരു കാര്യം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നഥനയേലാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പരിശോധിക്കാം, നഥനയേൽ ഉത്തരം ശരിയാണോ? അവിടെ മത്സരം അവസാനിപ്പിച്ചത് എന്തുകൊണ്ടും വളരെ നന്നായി. നഥനയേലല്ല, കൃത്യമായിട്ട് തോമസ് ആണ് പറഞ്ഞിരിക്കുന്നത്. തോമസ് ആണ് ശിഷ്യന്മാര്
എല്ലാവരോടും പറഞ്ഞത് അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമും പോയാൽ പീഡനം ഉറപ്പാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും 6 ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം പറഞ്ഞ 2000 രൂപയിൽ മത്സരം അവസാനിപ്പിച്ചിട്ടുണ്ട്. നന്നായി മത്സരിച്ചു, നല്ല കോൺഫിഡൻറ്റോടെ മത്സരിച്ചു. പക്ഷേ ഈ ഉത്തരവൊക്കെ പറയുമെന്നാണ്, ആലോചിച്ച് പറയുമെന്നാണ്, ഒരു സമയം നൽകുന്നത് അതുകൊണ്ടാണ്. നഥനയേലിനെ കുറിച്ച് കൂടുതൽ പരാമർശമില്ല, ഫിലിപ്പോസിനെ കുറിച്ച് അധികം പരാമർശമില്ല, പത്രോസ് അങ്ങനെ പറഞ്ഞിട്ടുമില്ലെന്ന് അറിയാം. അപ്പൊ പിന്നെ തോമസ് ആണ് നമ്മുടെ മുമ്പിലുള്ള ഒരു ഓപ്ഷൻ. പക്ഷേ ആശയക്കുഴപ്പം വരുമ്പോൾ അവസാനിപ്പിക്കാനാണല്ലോ നമ്മൾ താല്പര്യപ്പെടുന്നത്. ഏതായാലും നല്ല രീതിയിൽ മത്സരിച്ചു, ഇവിടെ വരെ എത്തി, 7ാമത്തെ ചോദ്യം വരെ എത്തിയത്. ഏതായാലും ദൈവം സഹായിക്കട്ടെ. വളരെ നന്നായി മത്സരിച്ചു. തുടർന്നും മത്സരിക്കാനും ബൈബിൾ കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുക്കാനും ദൈവം അവസരം നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ പ്രേക്ഷകർക്ക്, ഞങ്ങളെ പിന്തുടർന്ന ഈ ബൈബിൾ ക്വിസ് പ്രോഗ്രാം ശ്രദ്ധിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഏറെ സ്നേഹവും നന്ദി അറിയിക്കുന്നു. മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ ഗുഡ് ബൈ. At Bethel Medical Mission Hospital, every surgery is more than medicine. It's a mission of healing led by faith and expertise. ആരോഗ്യമേഖലയിൽ ഒരു മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? പഠിക്കുവാൻ ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? എങ്കിലിതാ നിങ്ങളെ സഹായിക്കുവാൻ ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് ഹോസ്പിറ്റൽ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് നിങ്ങൾക്കൊപ്പം. ബഥേൽ മെഡിക്കൽ മിഷൻ നിങ്ങൾക്കായി ഒരുക്കുന്ന കോഴ്സുകൾ: ഫിസിയോതെറാപ്പി ഡോക്ടർ കോഴ്സ്, BSc ഇൻ നഴ്സിംഗ്, MSc ഇൻ നഴ്സിംഗ്, PBBSc, GNM, BSc OTT അനസ്തേഷ്യ +1, അതുപോലെ ഡിഗ്രി കോഴ്സുകൾ BBA, BCom, BCA എന്നിവയാണ്. ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഈ സുവർണാവസരം നിങ്ങൾ പാഴാക്കാതെ നിങ്ങളുടെ ലക്ഷ്യം നേടൂ. അതിനായി നിങ്ങൾ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക: 8861517777. വിവാഹം അത് മാന്യവും വിശുദ്ധവുമാണ്, ദൈവവുമായുള്ള ഉടമ്പടിയും. തക്ക തുണ ദൈവം തരുന്ന സമ്മാനം. അത് ഗുഡ് ന്യൂസിലൂടെ ആവട്ടെ. ഓൺലൈൻ ഗുഡ് ന്യൂസ് മാട്രിമോണി. ബന്ധപ്പെടുക 9443737226 9400520909. ഗുഡ് ന്യൂസ് പെന്തക്കോസ്തിൻ്റെ മുഖശോഭ. ഇന്നത്തെ ഗുഡ് ന്യൂസ്, നാളത്തെ ചരിത്രം. ഓരോ ആഴ്ചയിലും ഗുഡ് ന്യൂസ് വാരിക, ഓരോ മിനിറ്റിലും ഓൺലൈൻ ഗുഡ് ന്യൂസ്, ഓരോ കാഴ്ചയിലും ഗുഡ് ന്യൂസ് ലൈവ്. വായിക്കുക, കേൾക്കുക, കാണുക. പെന്തക്കോസ്തിൻ്റെ ചരിത്രം വിരൽ തുമ്പിൽ. Bethel Medical Mission Hospital and Educational Group, Bangalore. Bible Brains. Powered by Good News Live. ബൈബിൾ ബ്രെയിൻസിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ആരുമാകട്ടെ, ഏത് പ്രസ്ഥാനമോ ഏത് വിശ്വാസമോ ബൈബിൾ വായിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ മത്സരത്തിൽ ഉത്തരം നൽകാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ പങ്കെടുക്കാം. അതിനുവേണ്ടി ഈ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ പേര്, വയസ്സ്, സ്ഥലം, നിങ്ങൾ ചേർന്ന് നിൽക്കുന്ന പ്രസ്ഥാനം അവയെല്ലാം രേഖപ്പെടുത്തി ഞങ്ങൾക്ക് അയയ്ക്കുക. നിങ്ങൾക്കും പങ്കെടുക്കാൻ ഇതാ സുവർണാവസരം.